ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് സോയ ചങ്ക്സ് വെച്ച് എളുപ്പത്തിലൊരു കറി റെഡിയാക്കിയാലോ. അപ്പോൾ അതിനു വേണ്ടി 3 കപ്പ് സോയ ചങ്ക്സ് ഞാനൊരു ബൗളിലേക്ക് എടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കുതിർത്ത് വെക്കാം. നല്ല തിളച്ച വെള്ളം ചേർത്ത് വേണം നമ്മളിതൊരു 10 മിനിറ്റ് കുതിർത്ത് വെക്കാനായിട്ട്. ഞാൻ ഈ എടുത്ത ബൗള് ചെറുതായി പോയി, അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടാണ് ഇതേപോലെ സോക്ക് ചെയ്ത് വെച്ചത് 10 മിനിറ്റ്. 10 മിനിറ്റിന് ശേഷം നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ വേണം നല്ലപോലെ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ് എടുക്കാനായിട്ട്. ഈ രീതിയിൽ നമുക്ക് വെള്ളം പിഴിഞ്ഞ് മാറ്റിയാൽ മതിയാകും. എന്നിട്ട് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം തന്നെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യം വലിയ സോയ ചങ്ക്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ 2ആയിട്ട് കട്ട് ചെയ്താണ് എടുക്കുന്നത്. ചെറുതാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം, വലുതാണെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഈ കറി റെഡിയാക്കാനായിട്ട് മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 6 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 2 വലിയ സവാള അരിഞ്ഞത് കൂടി ചേർത്ത് ഒന്ന് വഴറ്റി ചേർക്കാം. എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ ഒരു പച്ചമുളക് ഇതേപോലെ കീറിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതേപോലെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇതായിപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി വഴറ്റിയ സവാളയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ ചൂടാറിയതിന് ശേഷം മിക്സിയിൽ അടിച്ചിട്ട് വീണ്ടും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ സോഫ്റ്റായി ഉടഞ്ഞു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നോക്കിയിട്ട് നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ സവാള വഴറ്റിയെന്ന് കുറച്ചെടുത്ത് മാറ്റിയായിരുന്നു. അത് ചൂടാറിയതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് മിക്സിയിൽ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്താണ്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക സ്വാദും അതുപോലെ തന്നെ തിക്നെസ്സും ഒക്കെ കിട്ടും. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. സോയ ചങ്ക്സും മസാലയൊക്കെ നല്ലപോലെ കോട്ടാവുന്ന രീതിയിൽ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതായിപ്പോൾ നമ്മുടെ മസാലയൊക്കെ സോയ ചങ്ക്സിൽ നല്ലപോലെ കോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാൻ. നല്ല ചൂടുവെള്ളം തന്നെ വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. നമ്മുടെ സോയ ചങ്ക്സ് ഒക്കെ നല്ലപോലെ കുക്കായി വരണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏകദേശം ഒരു 10 മിനിറ്റിൽ നമുക്കിത് കുക്കായി കിട്ടും. അതിനുശേഷം നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. കൂടെ തന്നെ നമുക്ക് ഈ സമയത്ത് മല്ലിയില കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സോയ ചങ്ക്സ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ സോയ ചങ്ക്സ് കറി പുട്ട്, ചപ്പാത്തി, ചോറിനൊപ്പം നല്ല അടിപൊളി കോംബോയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.